ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ധ്യാനിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡുണ്ട് ദൈവശാസ്ത്രപരമായിട്ട്. അല്ലെങ്കിൽ ഈ മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് ടൈപ്പോളജി എന്നൊക്കെ പറയും. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയാണ്, വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ പഴയ നിയമത്തിൽ പുതിയ നിയമം ഒളിഞ്ഞിരിക്കുന്നു, പുതിയ നിയമത്തിൽ പഴയ നിയമം വെളിവാക്കപ്പെടുന്നു. അതായത് ദ ന്യൂ ഈസ് കൺസീൽഡ് ഇൻ ദി ഓൾഡ് ആൻഡ് ദ ഓൾഡ് ഈസ് റിവീൽഡ് ഇൻ ദ ന്യൂ. അതായത് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലെ കാര്യങ്ങളെല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്, അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തിൽ എങ്ങനെയാണ് പുതിയ നിയമത്തിലെ മാതാവ് ഒളിഞ്ഞിരിക്കുന്നത് എന്നും നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആ ഒരു രൂപം ഏത് രീതിയിലാണ് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ധ്യാനിക്കുകയാണ്. അപ്പം എങ്ങനെ എന്നോടൊപ്പം യാത്ര ചെയ്യല്ലേ? നമുക്ക് ആരംഭിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പുന്നു, കണ്ണുകൾ അടയ്ക്കുന്നു. നമ്മുടെ 4-ാം ദിവസത്തെ പരിശുദ്ധ അമ്മയുടെ പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. വിശ്വസിക്കുന്നു അമ്മ അത് ഈശോയിലേക്ക് എടുത്തുയർത്തും. നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ അമ്മ തരും. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച്, അമ്മേ, ഈ 4-ാം ദിവസം അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് സ്വാതന്ത്ര്യത്തേക്കുള്ള യാത്രയിൽ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ അമ്മ മാതാവേ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടീവ് കൃപകൾ തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കാൻ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയാണ് ഈശോയെ ഉദരത്തിൽ വഹിച്ചവൾ. ഈശോയെ ലോകത്തിന് ആദ്യം നൽകിയതും പരിശുദ്ധ അമ്മയാണ്. ഈ വിശുദ്ധ മന്ന ഈശോ ഉദരത്തിൽ വഹിച്ച് ലോകത്തിന് സമർപ്പിച്ച് മാനുഷികമായ രീതിയിലും ആധ്യാത്മികമായ രീതിയിലും പരിശുദ്ധ അമ്മ മുന്നേറുമ്പോൾ നമുക്കും ഒരു വിളിയാണ് പ്രിയമുള്ളവരെ. എൻ്റെ ഈശോയെ മന്ന ദിവ്യകാരുണ്യത്തെ ഞാൻ സ്വീകരിച്ച് ആ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള വിളി. ഒരു നിമിഷം ഈശോയെ കൊടുക്കാൻ പരാജയപ്പെട്ടു പോയ സമയങ്ങൾ ഓർത്ത് മാപ്പ് ചോദിക്കാം. അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അമ്മേ, മന്നയുടെ പൊൻപാത്രം നീയാണ്. വിൺമന്നയുടെ പൊൻപാത്രം നീയാണ്. എനിക്ക് വേണ്ടി എൻ്റെ അമ്മ പ്രാർത്ഥിക്കണമേ. അറിയാമെങ്കിൽ ചേർന്ന് പാടുക, ഇല്ലെങ്കിൽ ഈ പാട്ട് കേട്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് ഈ ധ്യാന ചിന്തകൾ ആരംഭിക്കാം. വിൺമന്നതൻ പൊൻപാത്രമേ, കൺമുന്നിലേ ഉഷതാരമേ, വിൺമന്നതൻ പൊൻപാത്രമേ, കൺമുന്നിലേ ഉഷതാരമേ, കർത്താവിന് പ്രിയദാസിനി, ഈ ദാസന് പ്രിയമാദനീ, കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ, അമ്മേ തേൻ ചോരും സ്വർഗീയ കനിനീ. കൈകൂപ്പി നിൽപ്പൂ നിൻ മുന്നിൽ, അമ്മേ തേൻ ചോരും സ്വർഗീയ കനിനീ. മരിയാമ്പികേ പാടികേ. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീർ തൂകുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെയോർക്കും അമ്മേ
കനിവുള്ള നിൻ സ്നേഹരൂപം എന്റെ ഹൃദയം ഓർക്കുന്നമ്മേ. ഹൃദയം നിറവോടെയോർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താരയിൽ എന്റെ അമ്മേ, പൊലിയാത്ത പൊൻപൂവല്ലോ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഞാൻ വിചാരിക്കുകയാണ് മൂന്നാം ദിവസം പറഞ്ഞിരുന്നത് പോലെ നമുക്ക് അനുഭവമില്ലെങ്കിൽ അനുഭവമില്ലാത്ത കാര്യത്തെ എഴുതി തള്ളാതെ ദൈവാനുഭവം ഉള്ളവരുടെ പക്കൽ അത് അന്വേഷിച്ചു പോകുന്ന യാത്രയുടെ പേരാണ് വിശ്വാസം. പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ യാത്രയുടെ പ്രത്യേകതയും അത് തന്നെയാണ്. നാലാം ദിവസം നമ്മൾ തുടർന്ന് മുന്നോട്ട് പോകുന്നു. മൂന്നാം ദിവസത്തിന് തുടർച്ച പോലെ തന്നെയാണ്. എനിക്ക് വിശ്വാസമില്ലാത്ത മേഖലയെ ദൈവാനുഭവം ലഭിച്ചവരുടെ അടുത്ത് പോയി ഞാൻ അനുഭവിക്കുന്നു. ആ അനുഭവത്തിൻ്റെ ചിറകിൽ, ആ അനുഭവത്തിൻ്റെ തേരേറി, ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞ് ഡിബിനായ എൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു എൻ്റെ അപ്പൻ പ്രാപിച്ച സൗഖ്യം. അവിടെ നിന്ന് എൻ്റെ അപ്പന് വല്ലാത്തൊരു മാനസാന്തരം ഉണ്ടായത്. പിന്നീട് മദ്യപാനമൊക്കെ മാറ്റുന്നു, വല്ലാത്തൊരു മാനസാന്തരം. ഒരു വ്യക്തി അടിമുടി മാറ്റപ്പെടുകയാണ്. ഇത് കണ്ടു വളരുന്ന ഞാൻ, എൻ്റെ വിശ്വാസത്തിൻ്റെ ആദ്യ അനുഭവം എന്ന് പറയുന്നത് ഈ അനുഭവമാണ്. ആ അനുഭവം വഹിച്ചുകൊണ്ടാണ് എൻ്റെ യാത്ര ഞാൻ തുടങ്ങുന്നത്. ഇങ്ങനെ അപ്പോൾ മാതാപിതാക്കളൊക്കെ കുഞ്ഞുമക്കൾക്ക് തുടർന്നു കൊണ്ടുപോകാൻ, വഹിച്ചു കൊണ്ടുപോകാനുള്ള ദൈവാനുഭവം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സെറ്റാക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, തങ്ങൾ അനുഭവിച്ച ഒരു ദൈവത്തെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകമായി പുറപ്പാട് സംഭവത്തിൽ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും. ഞാൻ പറഞ്ഞല്ലോ മൂന്നാം ദിവസത്തിന് തുടർച്ചയാണ്. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട ദൈവത്തിൻ്റെ അനുഭവം പേറി മുന്നോട്ട് പോയ ജനതയായിരുന്നു ഇസ്രായേൽ ജനത. തങ്ങൾ അനുഭവിച്ച ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെന്നും അനുഭവം, അതായത് ആ അനുഭവം എപ്പോഴും കൺമുമ്പിൽ ആരാധനയാക്കി മാറ്റാൻ ദൈവം അവർക്ക് നൽകിയ സമ്മാനമായിരുന്നു വാഗ്ദാന പേടകം. അതായത് തങ്ങൾക്ക് ലഭിച്ച ദൈവ അനുഭവം, തങ്ങൾ കണ്ടത്, അല്ലെങ്കിൽ അവിടെ ജനിച്ച ഒരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും അനുഭവിച്ച ദൈവാനുഗ്രഹത്തിൻ്റെ ആ ഒരു പ്രകടമായ ആരാധനയ്ക്കായി ദൈവം കൊടുത്ത ദൈവ സാന്നിധ്യമാണ് വാഗ്ദാന പേടകം. അച്ഛൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, തുറന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ വാഗ്ദാന പേടകത്തിൻ്റെ ചരിത്രം വളരെ സുന്ദരമായിട്ട് ബൈബിൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. വാഗ്ദാന പേടകം നമ്മൾ കാണുന്നുണ്ട്. ഈ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്ന ഒരു സമയമുണ്ട്. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ട് നടന്ന വാഗ്ദാന പേടകത്തിൻ്റെ സ്ഥാപനം എപ്രകാരമാണ് സംഭവിക്കുന്നത് നമ്മൾ കാണുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? വാഗ്ദാന പേടകം സമാഗമ കൂടാരത്തിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിക്കുന്നത് 34-ാമത്തെ തിരുവചനം, ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു, കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒരു മേഘം വാഗ്ദാന കൂടാരത്തെ ആവരണം ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കണമേ, ഈ ആവരണം ചെയ്ത മേഘം പിന്നീട് ഒരടയാളമാണ്. ഈ മേഘം ഉയർന്നു പൊങ്ങുമ്പോഴാണ് പിന്നീട് ഇസ്രായേൽക്കാർ യാത്ര പുറപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് ദൈവാത്മാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ പ്രകടമായ അടയാളമായി വാഗ്ദാന പേടകം വസിച്ചിരുന്ന സമാഗമ കൂടാരത്തെ കവർ ചെയ്ത് ഈ മേഘം നിന്നിരുന്നു. പ്രിയ മകനെ മകളെ,
നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഗ്രീക്ക് വാക്കുണ്ട്. ആ വാക്ക് ഞാൻ പറയുന്നില്ല, കാരണം അത് അറിഞ്ഞിട്ട് പ്രത്യേക ഉപകാരമൊന്നുമില്ല. അതായത് ഓവർ ഷാഡോ, അതായത് ആവരണം ചെയ്യുക, പൊതിയുക എന്നർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇതേ ഗ്രീക്ക് പദം പിന്നീട് പ്രധാനമായും നമ്മൾ ബൈബിളിൽ കാണുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 35-ാം തിരുവചനത്തിലാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഓവർ ഷാഡോ, ഇംഗ്ലീഷിൽ അങ്ങനെയാണ്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വിൽ കം അപ്പോൺ യു ആൻഡ് ദ പവർ ഓഫ് ദ മോസ്റ്റ് ഹൈ വിൽ ഓവർ ഷാഡോ യു. നിന്നെ ആവരണം ചെയ്യും. ശ്രദ്ധിച്ച് കേൾക്കണമേ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം വാഗ്ദാന പേടകം സ്ഥാപിച്ച സമാഗമ കൂടാരത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, നിറയുന്ന സമയത്ത് ആവരണം ചെയ്യുന്ന മേഘം, ദൈവാത്മാവിൻ്റെ പ്രകടമായ അടയാളം. അതേ വാക്ക് തന്നെയാണ് ഇവിടെ ലൂക്കാ സുവിശേഷകൻ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കൃത്യമായി പറഞ്ഞു, ലൂക്ക എഴുതുമ്പോൾ സൂക്ഷ്മമായി പഠിച്ച് നിരീക്ഷിച്ച് എഴുതുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ കാണുന്നു. ദൂതൻ പറയുന്നത് അതേ വാക്കാണ്, നിനക്ക് ചുറ്റും, നിനക്ക് ചുറ്റും. അതായത് പേടകം സ്ഥാപിച്ച കൂടാരത്തിന് ചുറ്റും ദൈവത്തിൻ്റെ മേഘം നിറയുന്നത് പോലെ നിനക്ക് ചുറ്റും ദൈവാത്മാവ് ഓവർ ഷാഡോ ചെയ്യും. മറിയം വാഗ്ദാന പേടകമാണ്, മറിയം വാഗ്ദാന പേടകമാണ് എന്ന ഈ വസ്തുത ആദ്യമായി വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ പതുക്കെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ഇട്ടു തരികയാണ് ഈ വചനം നമ്മുടെ മുൻപിൽ വെക്കുന്നതിലൂടെ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ തുടർന്ന് ചിന്തിക്കുകയാണ്. ഈ വാഗ്ദാന പേടകം ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ഫിലിസ്ത്യർ ഇത് കൊണ്ടുപോകുന്നുണ്ട്. ദാവീദ് രാജാവായതിനു ശേഷം ദാവീദ് തൻ്റെ രാജനഗരിയിലേക്ക് ഈ വാഗ്ദാന പേടകം തിരിച്ചു കൊണ്ടുവരുന്നതിന് പോകുന്ന ഒരു യാത്ര നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണം. 2-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദാവീദ് എഴുന്നേറ്റ് യൂദയായിൽ ഒരു മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നു. ഞാൻ റെഫർ ചെയ്യുന്ന ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നാണ്. ഡേവിഡ് റൗസ് ആൻഡ് വെന്റ് ടു ദ ഹിൽ കൺട്രി ഓഫ് ജുഡിയ എന്ന് പറയുന്നത്. അതായത് യഹൂദ ഒരു മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നു. ഇനി തിരിച്ചു ചിന്തിക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: മറിയം ആ ദിവസങ്ങളിൽ തിടുക്കത്തിൽ യൂദയായിലെ ഒരു മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. നോക്കിക്കേ, പഴയ നിയമം എപ്രകാരമാണ്, അല്ലെങ്കിൽ പുതിയ നിയമം എപ്രകാരമാണ് ഈ പഴയ നിയമത്തിലെ ഈ കാര്യത്തെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ലൂക്ക എന്ത് സൂക്ഷ്മമായിട്ടാണ് അത് പഠിച്ചെഴുതുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. എന്നിട്ട് ഈ വാഗ്ദാന പേടകം കണ്ടുകെട്ടി കൊണ്ടുവരുമ്പോൾ 2 സാമുവേൽ 6:9 നമ്മൾ വായിക്കും. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ഹൗ ക്യാൻ ദി ആർക്ക് ഓഫ് ദ ലോർഡ് കം ടു മീ? എൻ്റെ കർത്താവിൻ്റെ ഈ പേടകം എപ്രകാരം എൻ്റെ മുൻപിൽ വരാൻ എനിക്ക് എന്തു യോഗ്യതയാണുള്ളത്? തൻ്റെ യോഗ്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട്. അതിന് പാനലായി നമ്മൾ കാണുന്നതാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നോക്കിക്കേ, എലിസബത്ത് അതേപോലെ തന്നെ വാചകം പറയാണ്, എൻ്റെ കർത്താവിൻ്റെ. ഇവിടെ ദാവീദ് പറയുന്നു, കർത്താവിൻ്റെ പേടകം വരാനുള്ള യോഗ്യത എനിക്ക് എവിടെ നിന്ന്? എനിക്കെന്തോ ഉള്ളത്? ഇവിടെ എലിസബത്ത് പറയുന്നു, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? വീണ്ടും നമ്മൾ തുടരുകയാണ്. 2 സാമുവേൽ 6-ാം അധ്യായം തന്നെ 15-16 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നു, ദാവീദ് നൃത്തമാടി കർത്താവിൻ്റെ പേടകത്തെ സ്വാഗതം ചെയ്യുന്നു. നൃത്തമാടി ഉച്ചത്തിൽ ഷൗട്ട് ചെയ്ത് കർത്താവിൻ്റെ പേടകത്തെ സ്വാഗതം ചെയ്യുന്ന ദാവീദിനെ നമ്മൾ കാണുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 41-42 തിരുവചനങ്ങൾ: എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി, എലിസബത്ത് ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിച്ചു. സ്വരമുയർത്തി ഉദ്ഘോഷിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ആ മഹത്വം. എലിസബത്ത് അമ്മ, ശ്രദ്ധിച്ച് കേൾക്കണമേ, എന്ത് മനോഹരമായിട്ടാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈ ഒരു കാര്യത്തെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നു 2 സാമുവേൽ 6:11 The ark remained in the hill country. ആ മലം പ്രദേശത്ത് ഒബദ് എദോം എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ
3 മാസത്തോളം ദൈവത്തിൻ്റെ ആ പേടകം സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ലൂക്ക 1:56 നമ്മളോട് പറയും, മേരി റിമൈൻഡ് ഇൻ ദ ഹിൽ കൺട്രി. മറിയം 3 മാസത്തോളം യൂദയായിൽ എലിസബത്ത് അമ്മയെ ശുശ്രൂഷിച്ചു. 3 മാസത്തോളം പരിശുദ്ധ അമ്മയും എലിസബത്ത് അമ്മയെ ശുശ്രൂഷിക്കുന്നു. നോക്കിക്കേ, എന്തൊരു മനോഹരമായിട്ടാണ് ലൂക്കാ സുവിശേഷകൻ 2 സാമുവേൽ 6 ലൂക്ക 1 അന്വർത്ഥമാകുന്നത് അവതരിപ്പിച്ചിരിക്കുന്നത്. ലൂക്ക പറയാതെ നമ്മളോട് പറഞ്ഞു വെക്കുന്നു. വായനക്കാരനോട്, ബൈബിളിൽ ഗ്രാഹ്യമുള്ള വായനക്കാരനോട് ചിന്തിക്കാൻ ലൂക്ക ആവശ്യപ്പെടുന്നു. ഇതാ ദൈവത്തിൻ്റെ മഹത്വം ഓവർഷാഡോ ചെയ്യുന്ന, സമാഗമ കൂടാരത്തെ ധന്യപ്പെടുത്തി ഓവർഷാഡോ കവർ ചെയ്യുന്ന, ആവരണം ചെയ്യുന്ന ആ മേഘം കുടികൊള്ളുന്ന ആ വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മ തന്നെയാണ്, പരിശുദ്ധ അമ്മയാണ്. നമുക്കറിയാം, ജെറമ്യ പ്രവാചകന്റെ കാലത്താണ് ഈ വാഗ്ദാന പേടകം എടുത്ത് യുദ്ധത്തിൽ ഇത് ആക്രമിക്കപ്പെട്ട് ശത്രുക്കളുടെ കൈവശം വന്ന് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ജെറമ്യ പ്രവാചകൻ ആ വാഗ്ദാന പേടകം എടുത്തുകൊണ്ടുപോയി ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കുമ്പോൾ, പിന്നീട് നമ്മൾ സെറുബാബേലിൻ്റെ കാലത്തെല്ലാം ഈ ജെറൂസലേം ദേവാലയം പുതുക്കി പണിത് കഴിഞ്ഞിട്ട് ഇവർ അന്വേഷിക്കുമ്പോഴൊന്നും ഈ വാഗ്ദാന പേടകം കാണുന്നതായി നമ്മൾ കാണുന്നില്ല, വാഗ്ദാന പേടകം കണ്ടുകിട്ടുന്നില്ല. അതിനർത്ഥം കർത്താവിൻ്റെ സമയത്ത് പോലും ഈ വാഗ്ദാന പേടകം ജെറൂസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നില്ല. ഈശോയുടെ സമയത്ത് പോലും വാഗ്ദാന പേടകം ദേവാലയത്തിൽ ഉണ്ടായിരുന്നില്ല. ഹോളി ഓഫ് ഹോളീസ്, അത് വിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ആരാധിക്കേണ്ട സ്ഥലത്ത് ദൈവ സാന്നിധ്യ അടയാളമായിരുന്ന വാഗ്ദാന പേടകം ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് ഈ വാഗ്ദാന പേടകം കണ്ടു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്? അത് കാരണമെങ്കിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 11:19 യോഹന്നാൻ ഇങ്ങനെ എഴുതി വെച്ചു, അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണാറായി. ഓക്കെ, സ്വർഗത്തിൽ, ഇവിടെയൊന്നുമല്ല യോഹന്നാൻ കാണുന്നത്. ഇപ്പം യോഹന്നാൻ എഴുതി വയ്ക്കുമ്പം യഹൂദർക്ക് ചോദിക്കാം, എവിടെ 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 നീ കണ്ടേ? ഞാൻ വാഗ്ദാന പേടകം കണ്ടു. എവിടെടാ, എവിടെ കണ്ടു എന്ന് പറ. സ്വർഗത്തിൽ വാഗ്ദാന പേടകം കാണാനായി മിന്നൽ പിണറുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. വാഗ്ദാന പേടകം കണ്ട സമയത്തുണ്ടായ കാര്യങ്ങൾ പറയാ. എടാ, നീ കണ്ട വാഗ്ദാന പേടകം എന്താന്ന് പറയൂ എന്നൊരു വ്യക്തി ചോദിക്കുമ്പോൾ തുടർന്ന് യോഹന്നാൻ അത് പറയണമല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, ബൈബിൾ എഴുതിയ സമയത്തൊന്നും ഈ അധ്യായങ്ങളോ വാക്യങ്ങളോ ഹെഡിങ്ങുകളോ ഒന്നുമില്ല. ബിഷപ്പ് സ്റ്റീഫൻ ലാങ്ടൻ്റെ സമയത്തൊക്കെയാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹമാണ് ഇതിനെ ചാപ്റ്ററായിട്ടും വാക്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തിരിക്കുന്നത്. അത് പിന്നീട് വരുന്നതാണ്. ഇങ്ങനെ തിരിക്കാതെ, അതായത് വാക്യങ്ങളും അധ്യായങ്ങളുമായിട്ട് തിരിക്കാതെ ആ ഭാഗം തുടർന്ന് വായിക്കുകയാണെങ്കിൽ അധ്യായം 12 അധ്യായം 12 കടക്കും. നോക്കിക്കേ, വാഗ്ദാന പേടകം കണ്ടപ്പോൾ ഭൂകമ്പവും ഇടിമിന്നലും എല്ലാം ഉണ്ടായി എന്ന് കഴിഞ്ഞിട്ട് വാഗ്ദാന പേടകം എന്താണെന്ന് യോഹന്നാൻ എങ്ങനെ പറയുന്നു? സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു, സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ. യോഹന്നാൻ കണ്ടു എന്ന് പറയുന്ന വാഗ്ദാന പേടകം എന്താണ്? വാഗ്ദാന പേടകം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്, സ്വർഗത്തിൽ ഞാൻ കണ്ടത് ഒരു സ്ത്രീയെയാണ്. എന്നിട്ട് പറയുകയാണ്, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, അവൾ ഗർഭിണിയായിരുന്നു, പ്രസവവേദന അവൾ നിലവിളിച്ചു, പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. അതാ അഗ്നിമയന ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലയിൽ 7 കിരീടങ്ങൾ. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്, അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നു. സകല ജനപദങ്ങളെ 20 ദണ്ഡ് കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവൻ്റെ സിംഹാസനത്തിൻ്റെ അടുക്കിലേക്ക് സംഭവിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റും ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായി. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ഈ സ്ത്രീയെയും സ്വർഗത്തിലേക്ക് എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കൃത്യമായി പറഞ്ഞ 14-ാമത്തെ വാക്യം, സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സംഗീതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻകഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. യോഹന്നാൻ കണ്ടു എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്ന വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ
നമ്മൾ കാണുന്നുണ്ട് ഈ അമ്മ പ്രസവിച്ച ആൺകുട്ടിയെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അവരുടെ സന്താനങ്ങളെ അന്വേഷിച്ച്, നോക്കണമേ, ഓരോ നിമിഷവും അവളെ പിടിച്ചുകൊണ്ടു പോകാൻ സർപ്പം ശ്രമിക്കും തോറും ദൈവം ചിറക് കൊടുത്ത് അവൾ പറന്നു നീങ്ങുന്നു. 2, ഭൂമിയും അവളെ സഹായിക്കുന്നു. സ്വർഗത്താൽ സംരക്ഷിക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ. ഭൂമിയിലും തൻ്റെ ശുദ്ധത പാലിച്ച് മുന്നോട്ട് പോയവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് സാത്താന് ദേഷ്യമടക്കാൻ സാധിക്കാതെ ശേഷിച്ച അവളുടെ മക്കളുടെ പിന്നാലെ അവൻ പുറപ്പെട്ടിരിക്കുകയാണ്. ആരാണ് അവളുടെ മക്കൾ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും, ഈശോ കുരിശിൽ കടന്നുകൊണ്ട് എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മളൊരു കേക്ക് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കുറേ വികൃതി പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കി അവസാനത്തെ ഒരു ഡെക്കറേഷൻ മുകളിലൊരു ചെറിയൊക്കെ വെക്കണം. അപ്പോൾ നമ്മൾ പറയും പിള്ളേരൊക്കെ തൊടല്ലേ എന്ന് പറയും. എന്ത് പറയും? പിള്ളേരൊക്കെ നമ്മളെല്ലാം ചെയ്തിട്ട് ആ ലാസ്റ്റ് ചെറിയൊക്കെ മുകളിൽ വെച്ചിട്ട് 2 കൈ തട്ടിട്ട് പറയും, ഇനിക്ക് പിടിച്ചോ, ഇനി എടുത്തോ എന്ന് പറയും. അതായത് എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നതിന് തൊട്ടു മുൻപ് എന്ത് കാര്യം ചെയ്ത് പൂർത്തിയാക്കിയോ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എന്താ? അതിന് തൊട്ട് മുമ്പ് ഈശോ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ഈ ശിഷ്യനെ വിളിച്ചിട്ട്, മോനെ നിൻ്റെ അമ്മ, എന്നിട്ട് അമ്മയോട് പറയാ, അമ്മേ നിൻ്റെ മോൻ. ബൈബിളിൽ രക്ഷാകര ചരിത്രത്തിൻ്റെ ലോജിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരാളെ വിളിച്ചിട്ടാണ് ആ വ്യക്തിയിൽ നിന്നും പിന്നീട് തലമുറകളെ വാർത്തെടുക്കുന്ന ദൈവം. ഒരാളിൽ നിന്നും, വീണ്ടും യേശു ക്രിസ്തു എന്ന് പറയുന്ന ആളിൽ നിന്നും ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടുന്നു. അവരിൽ നിന്നും വലിയൊരു ജനറേഷൻ ഉണ്ടാകുന്നു. ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ യഹൂദ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നു. അവരിൽ നിന്നും അവർ കൃപ തടഞ്ഞപ്പോൾ, അതായത് കൃപയ്ക്കെതിരെ നിന്നപ്പോൾ അവരിൽ നിന്നും ആ കൃപ വിജാതീയരിലേക്ക് പടർന്നു പോകുന്നതായിട്ട് വിശുദ്ധ പൗലോസിലൂടെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബൈബിളിലെ ഒരു കോമൺ ലോജിക്കാണ് ഒന്നിൽ നിന്ന് അനേകരിലേക്ക്. അതായത് ദൈവം ഒരാൾക്കൊന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്നു വരുന്ന ആ ഒരു ഗ്രൂപ്പിലേക്കും അവൻ്റെ ജനറേഷനിലേക്കുമായിട്ടാണ് ദൈവം അതിനെ സമ്മാനമായി കൊടുത്തിരിക്കുന്നതെങ്കിൽ യോഹന്നാൻ സ്വീകരിച്ച മാതാവ് നമ്മൾ അമ്മയെ സ്വീകരിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് യോഹന്നാൻ ഈശോ കൊടുക്കുന്നു എന്ന് പറയുന്നത് തുടർന്നുള്ള മുഴുവൻ ജനറേഷനെയും ഈ അമ്മയുടെ മക്കളാക്കി കൊടുക്കുന്നതിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് വെളിപാട് പുസ്തകം പറയും, ശേഷിച്ച മക്കളുടെ പിന്നാലെ പിശാചുണ്ട്. അതായത് എൻ്റെയും നിങ്ങളുടെയും പിന്നാലെ, ഈ അമ്മയുടെ മക്കളുടെ എല്ലാവരുടെയും പിന്നാലെ നമ്മളെ വിടാതെ പിശാച് നമ്മളെ വിടാതെ ആക്രമിക്കാൻ വേണ്ടി ഉടഞ്ഞു നടക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വചനത്തിൽ കാണിക്കുന്ന പോലെ സിംഹത്തെ പോലെ അവൻ വരുന്നുണ്ട് നമ്മുടെ പിന്നാലെ. ഈ ഒരു വാണിങ്ങോട് കൂടി നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ച വിഷയം ഒരു ഇച്ചിരി തിയോളജിക്കലി കട്ടിയുള്ളൊരു വിഷയമാണെങ്കിലും അച്ഛൻ സ്ഥാപിച്ചതല്ല, ഇത് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണ് എന്നുള്ളതാണ്. അതായത് ഇസ്രായേൽ അനുഭവിച്ച ദൈവാനുഭവത്തെ കൺകുളിർക്കെ കണ്ട് ആരാധിക്കാൻ ദൈവം കൊടുത്ത സാന്നിധ്യത്തിൻ്റെ ബാക്കി അടയാളമായ വാഗ്ദാന പേടകം. ഈ പേടകം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആവരണം ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മേഘം പരിശുദ്ധ അമ്മയെ ആവരണം ചെയ്യുന്നത് എങ്ങനെയെന്നും അതെപ്രകാരമാണ് ലൂക്കാസ് സുവിശേഷൻ അവതരിപ്പിച്ചതെന്നും നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്. ഈ പേടകത്തിൻ്റെ യാത്ര ഓരോ നിമിഷവും വിശുദ്ധ ലൂക്കാസ് സുവിശേഷൻ എങ്ങനെ പുതിയ നിയമത്തിൽ വ്യക്തമായി അവതരിപ്പിച്ചു എന്ന് നമ്മൾ കണ്ടു. അതോടൊപ്പം ഒരു കാര്യം കൂടി അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ പേടകത്തിൻ്റെ സ്ഥാപനം ജെറൂസലേം ദേവാലയത്തിൽ നടക്കുന്നു. അത് നടക്കുന്നത് സോളമൻ രാജാവിൻ്റെ കാലത്താണ്. പുതിയൊരു രാജ്യത്തെ കാലഘട്ടം ആരംഭിക്കുന്നതും ഉറപ്പിക്ക രാജവംശം സ്പ്ലിറ്റായി പോകുന്നതും സോളമൻ രാജാവിൻ്റെ കാലത്താണ്. നമുക്കറിയാമല്ലോ. ഈ സോളമൻ രാജാവിനെ എങ്ങനെയാണ് വാഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കഴുതപ്പുറത്തിരുത്തി രാജാവ് സോളമൻ രാജാവിൻ്റെ പേരൊക്കെ വിളിച്ചു പറഞ്ഞ് നീളാൾ വാഴട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നള്ളിക്കുന്നത്. എന്തെങ്കിലും പ്രതീകം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതേ പ്രതീകമാണ് ഈശോയെ ഓശാന വാടി കഴുതപ്പുറത്തിരുത്തി ആൾക്കാർ ക്ഷണിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളിൽ ബൈബിളിൽ കാണുന്നത്. അതായത് ഈശോയുടെ ഓശാനയുടെ പഴയ നിയമത്തിലെ പ്രതീകം, അതായത് അതിൻ്റെ നിഴലായിരുന്നു സോളമനെ കഴുതപ്പുറത്തിരുത്തി ആൾക്കാർ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞിട്ട് ഉദ്ഘോഷിച്ചു കൊണ്ടുപോകുന്നത്.
ഇതിൽ സോളമൻ രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സോളമൻ പറയുന്ന ഒരു കാര്യമാണ്, മറ്റൊരു സിംഹാസനം കൂടി ഇട്, എൻ്റെ അടുത്ത് വേറൊരു സിംഹാസനം കൂടി ഇട്. എന്നിട്ട് അത് ഇട്ടത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാവോ? രാജമാതാവിന് വേണ്ടിയിട്ടാണ്. രാജ്യം ഭരിക്കാൻ രാജാവിനോട് ചേർന്ന് രാജമാതാവും ഇരിക്കുമായിരുന്നു, പ്രത്യേകിച്ച് സോളമന്റെ കാലം മുതൽ. അതായത് ഈശോയുടെ നിഴലായിരുന്ന സോളമന്റെ രാജകീയ പ്രവേശനം മുതൽ നമ്മൾ കാണുന്നു. ഭരണമേറ്റ ശേഷം തന്നോടൊപ്പം പിന്നീട് കാണുന്ന, നിങ്ങൾ ആ ദിനവൃത്താന്തമൊക്കെ എടുത്ത് വായിച്ചാൽ നമുക്ക് സമയമില്ല, നമുക്ക് കാണാൻ പറ്റും. എല്ലാ രാജാക്കന്മാരുടെ സ്ഥാനത്ത് അവൻ്റെ അമ്മ ഇന്നാളായിരുന്നു, അവൻ്റെ അമ്മ ഇന്നാളായിരുന്നു എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം രാജാവിനോളം പ്രാധാന്യമായിരുന്നു രാജമാതാവിന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന ധ്യാനിക്കേണ്ട സുന്ദരമായ വിഷയം, ഈ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയെ ഈശോയുടെ കുരിശ് മരണ സമയത്ത്, അതായത് വളരെ ഗ്ലോറിയസ് ആയിട്ട് ജെറൂസലേം ദേവാലയത്തിന് അകത്തേക്ക് ഓശാന പാടി ഈശോ പ്രവേശിക്കുന്നു. ആ സമയം മുതൽ ഈ അമ്മയും കൂടെയുണ്ട്. സഹിക്കുമ്പോഴും മരിക്കുമ്പോഴും കുരിശ് മരണത്തിലൂടെ തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോഴും സ്ഥാപിക്കപ്പെട്ട രാജ്യത്തിലെ ആദ്യത്തെ ക്രിസ്തീയ സമൂഹ അംഗങ്ങളെ ഒരുമിച്ച് ചേർത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥിക്കുമ്പോഴും രാജമാതാവ് കൂടെയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ സന്ദേശം സ്വീകരിക്കുക. ഇത്രമാത്രം ദൈവം നൽകിയ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മ. അമ്മ മാതാവേ, ഞാനും അമ്മയെപ്പോലെ ഈശോയെ വഹിച്ച് അനേകർക്ക് ദൈവത്തെ കൊടുക്കുന്ന വാഗ്ദാനത്തിൻ്റെ പേടകങ്ങളാക്കി മാറാൻ, പേടകങ്ങളായി മാറ്റപ്പെടാൻ അമ്മ മാതാവേ ഞങ്ങളെ സഹായിക്കണമെന്ന പ്രാർത്ഥനയോടെ ഈ വചനബിന്ദനം നമ്മൾ അവസാനിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരാധന 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 ചേർന്ന് ആരാധിച്ചു പാടിക്കേ. ആരാധന എല്ലാവരും ചേർന്ന് ആരാധന 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 അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിൻ ഇടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന ആരാധന ചേർന്ന് ആരാധന നമ്മുടെ വീടും പരിസരങ്ങളും അന്തരീക്ഷം മുഴുവനും ആരാധനാ ഗാനത്താൽ മുദ്രിതമാകട്ടെ, പൂരിതമാകട്ടെ. എല്ലാ അന്ധകാര ശക്തികളും ദുഷ്ടാരൂപികളും വീടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരിക്കൽ കൂടി ആരാധന ചേർന്ന് ആരാധന ആരാധന ആരാധന. പ്രിയമുള്ളവരെ, ഈ ആരാധനയ്ക്ക് പ്രത്യേകതയുണ്ട്. നിന്റെ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയെ സ്വർഗമാക്കാനും നിന്റെ ജീവിതത്തെ സ്വർഗമാക്കാനും ഇറങ്ങി വരുന്ന സമയമാണ് ഈ ആരാധന. നിന്റെ ആത്മാവിലെ, മനസ്സിലെ, ശരീരത്തിലെ
മുറിവും പൂർണ്ണമായി ഈശോ തൊട്ട് സുഖപ്പെടുത്തി ഒപ്പിയെടുക്കുന്ന സുന്ദര നിമിഷം. അവനെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി, അവനെ ഒന്ന് പാടി ആരാധിച്ചാൽ മാത്രം മതി. ഇതാ നിന്റെ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങി വരുന്നു. ആരാധിക്ക്. പുറപ്പാട് 23-25 നമ്മൾ വായിക്കും, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിന്റെ ഭക്ഷണ പാനീയങ്ങൾ ആശീർവദിക്കും, നിങ്ങളുടെ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യതയോ ഗർഭചിത്രമോ നിന്റെ നാട്ടിൽ ഉണ്ടാവുകയില്ല, ഞാൻ നിനക്ക് ദീർഘ ആയുസ് നൽകും. ആരാധിച്ചാ മാത്രം മതി, മറ്റുള്ളതെല്ലാം അതിന്റെ പിന്നാലെ വരും. ചേർന്ന് പാടാമോ? ചേർന്ന് ആരാധന 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 ഒന്നുകൂടി ആരാധന 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 ആരാധന. ആത്മാവിലായിരം മുറിവുണക്കീടും ആത്മീയ നിമിഷമീ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അഭിഷേക നിമിഷമി ആരാധന 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 ഒരിക്കൽ കൂടി നമ്മൾ പാടുന്നു. ആരാധന 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 ആരാധന. ആത്മാവിലായിരം മുറിവുണക്കീടും ആത്മീയ നിമിഷമി ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമി ആരാധന ചേർന്ന് 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 ആരാധന ആരാധന ആരാധന. ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ആരാധന. ഓ യേശുവേ ശക്തനേ. ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഇറങ്ങി വരണമേ തൊടേണമേ. ആരാധന ആരാധന. ബന്ധനമഴിയും കെട്ടുകളണിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. പണമോ ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീകത്തീടും ആരാധനയിങ്കൽ. പഠിക്കേ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, മൺകുടമുടയും തീകത്തീടും ആരാധനയിങ്കൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. പഠിക്കേ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധന 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 ആരാധന. പഠിക്കേ. ആരാധന ആരാധന ശക്തനേ. ആരാധന. ഒരിക്കൽ കൂടി ചേർന്ന് 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 ശക്തിയോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ആരാധന ആവർത്തിച്ച് 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 ചേർന്ന് പാടുന്നു പാടുന്നു പാടുന്നു. സ്വർഗദൂതനോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് ആരാധിച്ച് 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 കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗങ്ങൾ സുഖപ്പെടട്ടെ, ആന്തരിക മുറിവുകൾ മാറിപ്പോട്ടെ മാറിപ്പോട്ടെ. ആരാധന എല്ലാവരും ചേർന്ന് ആരാധിക്കുക ആരാധിക്കുക. മറ്റൊന്നും വേണ്ട. ആരാധന
മാത്രം മതി. ഇതാ ദൈവം ഇറങ്ങുന്നു, ദൈവം ഇറങ്ങുന്നു, സ്പർശിക്കുന്നു, 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 അനേകരെ സ്പർശിക്കുന്നു. ഇറങ്ങി വരട്ടെ കർത്താവ്, തൊടട്ടെ, തൊടട്ടെ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ കർത്താവ്. മാനസാന്തരം ഉണ്ടാകട്ടെ, ആന്തരിക മുറിവുകൾ മാറിപ്പോകട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ രണ്ടും ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം, 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 സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. പ്രിയ കുഞ്ഞെ, അനുഗ്രഹിക്കപ്പെട്ട ജന്മമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. അനുഗ്രഹിക്കപ്പെട്ട ജന്മം. ക്രെഡിറ്റ് മുഴുവനും ആബാപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനുമാണ്. പരിശുദ്ധ അമ്മയുടെ യോഗ്യതയായിരുന്നില്ല, അത് ജന്മം കൊണ്ട് കൈവന്ന സുകൃതമല്ല, അത് ദൈവം അങ്ങനെ ഒരു ജന്മമാക്കിയതാ. ആബാപിതാവ് തൻ്റെ പുത്രനായ ഈശോയ്ക്ക് വാസസ്ഥലമാകാൻ വേണ്ടി ഈ അമ്മയെ ജന്മപാപം ഇല്ലാത്തവളായി സൃഷ്ടിച്ചു. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയെങ്കിൽ പിഴവില്ലാത്ത സൃഷ്ടിയാണ്, പിഴവില്ലാത്ത സൃഷ്ടിയാണ്. ജെറമിയ 1:5 നമ്മൾ വായിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ നിയോഗിച്ചു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് എന്നെ അറിഞ്ഞ ദൈവമുണ്ട്, എന്നെ വിളിച്ച ദൈവമുണ്ട്. നോക്കിക്കേ, അമ്മയുടെ സൃഷ്ടി, അമ്മയെ ദൈവം സൃഷ്ടിച്ചത് അമലോത്ഭവയായിട്ടാണെങ്കിൽ അതേ ദൈവം തന്നെ എന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നെ സൃഷ്ടിച്ചതും അതേ കർത്താവ് തന്നെയാണ്, അതേ ദൈവം തന്നെയാണ്. പ്രിയ കുഞ്ഞെ, ഈ ലോകത്തിൽ നിന്റെ അനുവാദം കൂടാതെ നിന്നെ സൃഷ്ടിച്ച കർത്താവ് നിന്നോട് ഒരു കാര്യത്തിന് മാത്രമാണ് അനുവാദം ചോദിക്കാതിരുന്നിട്ടുള്ളൂ. നിന്റെ അപ്പനും അമ്മയും ആരായിരിക്കണം എന്ന് നിനക്ക് തീരുമാനിക്കാൻ ദൈവം അനുവാദം തന്നില്ല. അത് ദൈവം തീരുമാനിച്ചു. ഇത് ദൈവം തീരുമാനിച്ചതാണെങ്കിൽ ദൈവിക തീരുമാനത്തിന് തെറ്റുപറ്റില്ല. പക്ഷെ ഒരുപക്ഷെ ആ തീരുമാനം സ്വീകരിച്ച മക്കൾക്ക് തെറ്റുപറ്റാം. കുഞ്ഞെ, അമലോത്ഭവമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. ചിലപ്പോ നീ ചിന്തിക്കാറില്ലേ, ജോബൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ ജന്മം ശപിക്കപ്പെട്ട പോലെയാ. ശപിക്കപ്പെട്ട ജന്മമാ എൻ്റെത്. എന്തിനാ ദൈവമേ നീ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചത്? പ്രിയ മകനെ, മകളെ, എന്തിനു വേണ്ടിയിട്ടാ ഈശോ മനുഷ്യാവതാരം ചെയ്തത്? ഈ ഈശോ ഭൂമിയിൽ വന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജനിക്കേണ്ടത്, ജീവിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ? അർത്ഥം ഇത്ര മാത്രമാണ്: ഈശോയുടെ ജനനം പാപമില്ലാത്ത ഒരു ശരീരത്തിൽ നിന്നാണെന്ന് സ്വർഗം പഠിപ്പിക്കുന്നെങ്കിൽ നിന്റെ അപ്പനും അമ്മയും പാപമില്ലാതെ നിനക്ക് ജന്മം നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്.
ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സാംസന്റെ ജനനവുമായി ബന്ധപ്പെട്ടൊരു ഭാഗമുണ്ട്. അതിൽ മനോവ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയുടെ അടുത്ത് ദൈവദൂതൻ വന്നിട്ട് കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്. നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണ്, നിനക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണ്. അപ്പൊ ചോദിച്ചു, ഈ കുഞ്ഞ് വിശുദ്ധനായി ശക്തിശാലിയായി വളരാൻ കുഞ്ഞിന്റെ ദിനചര്യ എന്തായിരിക്കണം? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. കുഞ്ഞിന്റെ ദിനചര്യ എന്തായിരിക്കണം? അവിടെ സ്വർഗദൂതൻ കൊടുക്കുന്ന മറുപടി ഇതാണ്: നീ മദ്യപിക്കരുത്. അവിടെ നിർദ്ദേശം കൊടുക്കുന്നത് അമ്മയ്ക്കും അപ്പനുമായിട്ടാ. മദ്യപിക്കരുത്, നിങ്ങൾ പാപം ചെയ്യരുത്, നിങ്ങൾ ശുദ്ധതയിലാണെങ്കിൽ കുഞ്ഞ് വിശുദ്ധനാകും. അതിന്റെ അർത്ഥം എന്താണ്? ഓരോ കുഞ്ഞിനെ കുറിച്ചുള്ള കർത്താവിന്റെ സ്വപ്നമാണത്. എന്നെയും നിന്നെയും കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമാണത്. ശുദ്ധതയിൽ നിന്റെ അപ്പനും അമ്മയും നിനക്ക് ജന്മം നൽകണമായിരുന്നു. ജന്മം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ചില കൃപകളെ തിരിച്ചു പിടിക്കാനുള്ള ആരാധനയാണിത്. കാരണം ജന്മം കൊണ്ട് സുകൃതം ചെയ്ത പരിശുദ്ധ അമ്മ കർമ്മം കൊണ്ട് വാഗ്ദാന പേടകമായി മാറി. നമ്മൾ ധ്യാനിച്ച വിഷയം അതാണ്. ഞാനും നീയും വാഗ്ദാന പേടകമാകേണ്ടവനാണ്. അതിന്റെ അർത്ഥം എന്താണ്? അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഞാൻ, എൻ്റെ ഉള്ളിൽ സ്വർഗീയ മന്നയുണ്ട്. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിലും ഞാൻ ഗ്രീറ്റ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തും ഞാനും വാഗ്ദാന പേടകമായി തീരണമെങ്കിൽ എൻ്റെ ജന്മം കൊണ്ട് എന്നിലേക്ക് വന്ന ചില കറകളെല്ലാം, അതിന്റെ പാപച്ചായ്വ് മാമുദീസായിൽ നമുക്കതിൽ നിന്ന് ശുദ്ധീകരണം കിട്ടിയെങ്കിലും അതിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന പാപച്ചായ്വ്, ആ ചായ്വിൽ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുത്ത അവസരങ്ങൾ, അതുമൂലം കടന്നു വന്ന പാപത്തിന്റെ മേഖലകളെല്ലാം കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിന്റെ ജീവിതങ്ങളെ തമ്പുരാനിൽ അടിയറ വയ്ക്കട്ടെ. ദൈവത്തിന്റെ സ്വപ്നം നടക്കാതെ പോയ നിമിഷങ്ങളിലേക്ക് കർത്താവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പ് ധ്യാനിച്ചൊരു കാര്യമുണ്ട്: എന്തൊക്കെ ചെയ്താലും നീ ഈ ദൈവത്തിന്റെ മോനാണ്, നീ ഈ ദൈവത്തിന്റെ മകളാണ്. ഇതങ്ങ് വിശ്വസിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്: കർത്താവേ, എൻ്റെ ജന്മസമയത്ത് എൻ്റെ അപ്പനും അമ്മയും കൃപയിൽ നിന്നല്ലാതെ എന്നെ സ്വീകരിച്ചത് മൂലം എന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും കൃപയുടെ അഭാവങ്ങൾ ഉണ്ടെങ്കിൽ, എബ്രായ ലേഖനം പറയുന്നത് പോലെ ഇന്നലെയും ഇന്നും എന്നും ഒരുവനായിട്ടുള്ള യേശു നാമത്തിൽ എൻ്റെ ഇന്നലകളിലെ കൃപയുടെ അഭാവം മാറിപ്പോകട്ടെ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നമ്മൾ പാടും: എൻ്റെ കുഞ്ഞെ, പൊന്നോമനെ, നിന്റെ ദൈവം ഞാനല്ലയോ. ചേർന്ന് ഈശോ പറയുന്നതായിട്ട് ധ്യാനിച്ച് ഇതാ നമ്മുടെ അപ്പനമ്മയും ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല കേട്ടോ, ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല കേട്ടോ. ഇതേ അപ്പനെയും അമ്മയെയും തന്നെ ദൈവം തിരഞ്ഞെടുത്തത്. ദൈവം അവരങ്ങനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കുടുംബത്തിലേക്ക് ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിന്നിലൂടെ ദൈവം ആ കുടുംബത്തിന്റെ, ആ പാരമ്പര്യത്തിന്റെ ആ ഒരു യാത്രയ്ക്കൊരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ടു പോയ ആ ആദ്യ കൃപ തിരിച്ചു പിടിക്കാൻ തമ്പുരാന്റെ സന്നിധിയിൽ ആരാധനയിൽ അടിയറ വെച്ച് ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. എൻ്റെ കുഞ്ഞേ, കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. എൻ്റെ കുഞ്ഞേ പൊന്നോ, നിന്നോട് തന്നെ പറഞ്ഞോ, നിന്റെ റിയൽ അപ്പൻ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ, പതറല്ലേ, കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. നിന്റെ ഭൂമിയിലെ അപ്പനെയും അമ്മയെയും നീ നോക്കിയാൽ അവരിൽ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, പോരായ്മകളുണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഭൂമിയിൽ ആരെയും നിങ്ങൾ അപ്പാന്ന് വിളിക്കരുത്. നിങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, അത് സ്വർഗസ്ഥനായ പിതാവാണ്.
ഭൂമിയിലെ അപ്പനിലേക്കും അമ്മയിലേക്കും നോക്കി അവരുടെ പരിമിതികൾ എണ്ണി, അപ്പൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അമ്മ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് പരാതി പറയുന്ന മകനെ, മകളെ, നിന്നോട് ദൈവം പറയുന്നു, നിന്റെ അപ്പൻ സ്വർഗത്തിലുള്ള അപ്പനാണ്. അവരെ നോക്കല്ലേ, അവരെ നോക്കിയല്ല നിന്റെ ജീവിതം നീ ക്രമീകരിക്കേണ്ടത്. അതിലും വലിയൊരു പൂർണ്ണത, ഒരു പെർഫെക്ഷൻ ദൈവം തരുന്നുണ്ട്. നിന്റെ ദൈവം, നിന്റെ അപ്പൻ ഞാനാണ്. ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ? ഇടറല്ലേ, പതറല്ലേ, കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ? എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ? അപ്പനിലും അമ്മയിലുമുള്ള ഏതെങ്കിലും സ്വഭാവങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ദിവികാരുണ്യ ഈശോയുടെ പക്കലേക്ക് അടിയറ വെക്കുക. ആരെങ്കിലും നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടോ, ശരിക്കും നിന്റെ അപ്പൻ്റെ അതേ ദേഷ്യം നിനക്ക് കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ അതേ സ്വഭാവം നിനക്ക് കിട്ടിയിട്ടുണ്ട്? അതാണ് അടയാളമാണ്. മറ്റുള്ളവരുടെ ദൈവം നിന്നോട് പറഞ്ഞു തരുന്ന അടയാളം. അപ്പന് ഭയങ്കര ദേഷ്യമാണെന്ന് പറയുന്ന നിനക്കും അതേ ദേഷ്യമുണ്ടോ? ഉണ്ടെങ്കിൽ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. വലിയ കൃപ, വലിയ കൃപ. ആ അപ്പനെയും അമ്മയും നോക്കി വളരേണ്ടവനല്ല നീ, ഈ അപ്പനെ നോക്കി വളരേണ്ടവനാണ്. ഈ സ്വർഗീയ അമ്മയെ നോക്കി വളരേണ്ടവളാണ് നീ. സമർപ്പിച്ച് 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 ദൈവമാകുന്ന അപ്പൻ നിന്നോട് പറയുന്നതായിട്ട് ഒന്ന് ധ്യാനിച്ച് ഒരിക്കൽ കൂടി ഒന്ന് പാടാമോ? എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ അപ്പനാ പറയുന്നത് നിന്നോട്, നിന്റെ ദൈവം ഞാനല്ലയോ? എന്റെ കുഞ്ഞേ പൊന്നോമലേ, സൗഖ്യം ഇറങ്ങട്ടെ, 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 വ്യാപരിക്കട്ടെ, സ്പർശിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ? ഇടറല്ലേ, പതറല്ലേ, ചേർന്ന് പാടിക്കേ. ഇടറല്ലേ, പതറല്ലേ, കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ? എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ? പ്രിയ കുഞ്ഞ്, ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ വയറ്റിൽ പിറക്കുന്ന സമയം ആ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് മാതാവിൻ്റെ ജീവിതത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിച്ചു. ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ കുറിച്ചുള്ള സ്വർഗത്തിന്റെ സ്വപ്നം ഇതാണ്: അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. പക്ഷേ അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച വടി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ അഭിവാദനം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്ത് കേട്ടെങ്കിലും പരിശുദ്ധാത്മാവ് സ്നാപയോഹന്നാനിൽ ഒരു കുതിച്ചു ചാട്ടത്തിന്റെ പ്രവർത്തനം. ഒരു കുഞ്ഞു ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ അമ്മ കടന്നു പോകുന്ന ഫീലിങ്സ്, കേൾക്കുന്ന കാര്യം എല്ലാം കുഞ്ഞിനെ സ്പർശിക്കുന്നു. എല്ലാത്തിലൂടെയും കുഞ്ഞും കടന്നു പോകുന്നു. എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ വയറ്റിൽ ഞാൻ ആയിരുന്ന സമയം, ദൈവമേ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മ കൃപയുണ്ട്. എൻ്റെ അമ്മ കേട്ടിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെതല്ലാത്ത ഡേറ്റ മുഴുവനും കർത്താവേ എന്നിലെ കൃപയ്ക്ക് തടസ്സമായി എന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അപ്പൻ പരിശുദ്ധാത്മാവ് നിറയാത്ത കാര്യങ്ങൾ എൻ്റെ അമ്മയെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മീഡിയയിലൂടെയും ടിവിയിലൂടെയും പാട്ടുകളിലൂടെയും അശുദ്ധാത്മാവിൻ്റെതായ ഡേറ്റ എന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഞാനൊന്ന് പ്രാർത്ഥിക്കുന്നു, ഞാൻ നിന്റെ വാഗ്ദാനം ഓർക്കുന്നു, ഞാൻ നിന്റെ മകനാ. ഈശോയെ, ഈ വാഗ്ദാനത്തിന്റെ യോഗ്യതയാൽ കർത്താവേ സൗഖ്യം നൽകണമേ. എൻ്റെ കുഞ്ഞെ പൊന്നോമനെ വിശ്വസിക്കുക. ദൈവം ആ അവസ്ഥയിലേക്ക്, നിനക്ക് നഷ്ടപ്പെട്ട കൃപയിലേക്ക് വലിയ അഭിഷേകം എടുക്കുന്നു. ചേർന്ന് പാടട്ടെ: എൻ്റെ കുഞ്ഞെ പൊന്നോമനെ.
കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ? എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ? നിന്റെ ദൈവം ഞാനല്ലയോ? ഇടറല്ലേ പതറല്ലേ കരയല്ലേ, ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, ഞാനില്ലേ മോനെ? ഭയമേകാൻ ഞാൻ കൂടെയില്ലേ, ഈ മുറിവിൽ ചവിട്ടി വീഴരുത്. കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ? ഇരുകരങ്ങളെ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടയ്ക്കട്ടെ. തുടർന്നുള്ള നിന്റെ ജീവിതത്തെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാവോ? ശ്രദ്ധിക്കണമേ, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മൃഗം മുറിവേറ്റ മൃഗമാണ്. അത് മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മുറിവേറ്റ മൃഗം മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകമാണ്. ഈശോയെ വഹിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട്, ഈശോയെ കൊടുത്തുകൊണ്ട്, കൃപ വാഗ്ദാനം ചെയ്തുകൊണ്ട്, കൃപ ഒഴുക്കി കടന്നുപോയ ജന്മമാണ്. കുഞ്ഞേ, ഈ സ്വർഗാരോഹണ തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോ നിന്റെ ജീവിതവും മുറിവ് ചുമന്ന് ചീഞ്ഞളിഞ്ഞ ഹൃദയവുമായി മുന്നോട്ട് നീങ്ങി മുറിപ്പെടുത്തിക്കൊണ്ട് പോകേണ്ട ഹൃദയമല്ല. നീയും സൗഖ്യം കൊടുക്കുന്ന ആളായിരിക്കണം. ഒരു നിമിഷം നിന്റെ ജീവിതത്തിലെ വിഷമങ്ങൾ, ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകൾ, മുറിവേറ്റ അനുഭവങ്ങൾ, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, തിരസ്കരിക്കപ്പെട്ട സന്ദർഭങ്ങൾ എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് ചേർത്ത് വെച്ചേ. ഈശോയുടെ അഭിഷേകം നിന്നിലേക്ക് ഒഴുകട്ടെ. ഈശോ നിന്നോട് പറയുന്നു, ആരൊക്കെ നിന്നെ മറന്നാലും, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ചതിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ദൈവം പറയുന്നു, ഞാൻ നിന്നെ മറക്കില്ല. അത് വേറെ ആരും പറയല്ല, ഈശോ മാത്രമേ പറയുള്ളൂ. ലോകത്തിന്റെ അവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അത് പറയാൻ ചങ്കൂറ്റമുള്ളത്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിക്കുന്നത് ഈശോ മാത്രമാ. ആ സാന്നിധ്യം ആസ്വദിച്ച് എല്ലാ മുറിവുകളും നിന്റെ കൂടെയുള്ള ഈശോ ഈ നിമിഷം ദിവ്യകാരുണ്യമാകുന്ന വിഷക്കല്ല് വലിച്ചെടുക്കുന്ന സമയമാണ്. നീ വാഗ്ദാന പേടകമായി മാറാൻ പോകുന്ന സമയമാണ്. ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, ആരൊക്കെ നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേള പോലും പിരിയില്ല ഞാൻ. ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേള പോലും പിരിയില്ല ഞാൻ. ചേർന്ന്, എൻ്റെ കുഞ്ഞേ പൊന്നോമനേ, നിന്റെ ദൈവം ഞാനല്ലയോ? ഇടറല്ല, ചേർന്ന് പാടിക്കേ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമനേ, നിന്റെ ദൈവം ഞാനല്ലയോ? എൻ്റെ കുഞ്ഞേ, എൻ്റെ കുഞ്ഞേ പൊന്നോമനേ, നിന്റെ ദൈവം ഞാനല്ലയോ? എല്ലാം ഒന്ന് സമർപ്പിച്ച്, എല്ലാം സമർപ്പിച്ചോ, എല്ലാം സമർപ്പിച്ചോ, എല്ലാം സമർപ്പിച്ചോ. ഇടറിപ്പോയ നിമിഷങ്ങൾ ഓർത്തോ. ഈ മുറിവിന്റെ ബലഹീനതയുടെ യാത്ര ഇടറിപ്പോയ നിമിഷങ്ങൾ സമർപ്പിച്ചേ, സമർപ്പിച്ചേ, സമർപ്പിച്ചേ. ദൈവം നിന്നെ കഴുകുന്നു, നിന്നെ തഴുകുന്നു. ദൈവം ഞാനല്ലയോ? എൻ്റെ കുഞ്ഞേ പൊന്നോമലേ,
നിന്റെ ദൈവം ഞാനല്ലയോ. ഈശോ നിന്നെ ആശീർവദിക്കാൻ പോകുകയാണ്. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് ഒരിക്കൽ കൂടി ആ സ്നേഹമൊന്ന് ആസ്വദിക്കേ. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോൾ ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഇതാ ഈശോ ആശീർവദിക്കുന്നു. ചുംബനമേകി നിന്റെ മുറിവുകൾ ഉണക്കുന്നു. വാഗ്ദാന പേടകമാക്കി നിന്നെ കൂടി മാറ്റുന്നു. ചേർന്ന് പാടിക്കേ. എന്റെ കുഞ്ഞേ പൊന്നോമനെ, എന്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. എൻ്റെ കുഞ്ഞേ